എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കാൻ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. നമസ്കാരം. RB നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 6ാമത് കുടുംബവാർഷികവും ഡോക്ടർ മാമ്പള്ളി അനുസ്മരണ ദിനവും നടക്കുന്ന ഈ വേദിയിൽ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആദ്യമേ തന്നെ നേരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. The change we hope for doesn't come from only big governments or cities. It begins in local communities, among neighbors and in our homes. നമ്മുടെ MLA ഇവിടെ തിരികെയാണ്. എല്ലാവരും നല്ലൊരു കഴിവോടുകൂടി അപ്പൊ ഞാൻ പറഞ്ഞു തന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. The change we hope for doesn't come only from big governments or cities. It begins in local communities, among neighbors and in our homes. അതായത് നാം ആഗ്രഹിക്കുന്ന മാറ്റം വലിയ ഗവൺമെന്റുകളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നല്ല വരിക. അത് വരുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, സമുദായങ്ങളിൽ നിന്ന്, നാട്ടുവഴികളിൽ നിന്ന്, നമ്മുടെ ഓരോ വീടുകളിൽ നിന്ന്. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ ഞാനും നിങ്ങളും വളരെ അഭിമാനത്തോടെ ആയിരിക്കുകയാണ്. 6ാമത് RB നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഡോക്ടർ പോൾ മാമ്പള്ളിയുടെ ഓർമ്മകൾ കൂടി പുതുക്കാനാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകളും സ്വയം മറന്നുള്ള സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എന്നും ഈ അസോസിയേഷന് ഒരു മാർഗദർശിയായിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ ഓർക്കാനായിട്ടുള്ള അനുസ്മരണ സമയം കൂടിയാണത്. അതോടൊപ്പം നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശോശാമ പോൾ കൂരത്താഴത്ത് പറമ്പിൽ, KP ഏലിയാസ് കൂരത്താഴത്ത് പറമ്പിൽ, വർഗീസ് വേങ്ങൂരാൻ, ത്രേസ്യാമ കണ്ടാട്ടുപറമ്പിൽ, ആന്റണി പടയാട്ടി, സിസ്ലി ദേവസിക്കുട്ടി അരിപ്പള്ളി, അന്നമ്മ യാക്കോ എന്നിവർക്കും RB നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പേരുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇവർക്കായി കുറച്ചു നേരം നമുക്ക് മൗന പ്രാർത്ഥനയിലായിരിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. RB നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയ ശ്രീ PV ഏലിയാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഏവർക്കും എൻ്റെ വന്ദനം. റെസിഡന്റ് അസോസിയേഷന്റെ 6ാമത് വാർഷികവും നമ്മുടെ പ്രിയങ്കരനായിരുന്ന പോൾ മാമ്പള്ളിയുടെ അനുസ്മരണവും ഒന്നിച്ച് നടത്തുന്ന ഈ വേളയിൽ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഈ RB നഗർ തുടങ്ങുവാൻ വേണ്ടി യത്നിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി ആദ്യമേ തുടങ്ങി ആ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ആ ഭരണാധികാരികളെ ഞാൻ ആദ്യമേ RB നഗറിന് വേണ്ടിയിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. വീണ്ടും നമ്മുടെ അധ്യക്ഷനാണ്. അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് MA ജെയിംസ് ആണ്. നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു. ആ കാലയളവിൽ ഞാൻ അദ്ദേഹത്തിന് വിദേശത്തേക്ക് കൊണ്ടുവന്നു. വൈദ്യുതക്കര അങ്ങയുടെ അഭാവത്തിലും നമ്മുടെ RB നഗറിനെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രീ MA ജെയിംസിന് സാധിച്ചു. MA ജെയിംസ് നമ്മുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഏത് മേഖലയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടാവും. എത്ര ഉയർന്ന കാര്യമേ, എത്ര താഴ്ന്ന കാര്യമല്ല, അദ്ദേഹത്തിന്റെ ആ കയ്യൊപ്പോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലയും RB നഗർ ഏതൊരു തരത്തിലും ഏതൊരു സമയത്തും താഴ്ചയിലേക്ക് പോകാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്.
അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ എനിക്കും അനുഭവം ഉണ്ടായി. ഞാനത് അദ്ദേഹത്തിന് ഇങ്ങനെ പരിപാടി പറഞ്ഞപ്പോൾ എവിടെയാണ്, എന്താ, എവിടെ വെച്ചാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം ചെയ്യുന്നവരാണ്. അദ്ദേഹം രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേഗം അദ്ദേഹം മൊബൈലിൽ ടൈപ്പ് ചെയ്തു, ടൈമോ, സമയം, എവിടെയാ, സ്ഥലം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ടൈപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ സമയത്ത് കണ്ടെടുത്ത് ദേശം വ്യത്യാസം വരും. ഒരു പുഞ്ചിരിയോട് അദ്ദേഹം സ്വീകരിച്ചു, താങ്ക്സ് പറഞ്ഞ് എന്നെ അയക്കുകയാണ്. നോട്ടീസ് അടിക്കുമ്പോൾ നിങ്ങൾ ഓഫീസിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തോട് ഒരു ചെറിയൊരു അപേക്ഷ കൂടി ഈ സമയത്ത് വെക്കുകയാണ്. അത് ഒപ്പാട് പറഞ്ഞു പോയ കുഴപ്പമില്ല. അതിനുവേണ്ടി തന്നെ നാടിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ MLA ശ്രീ റോജി എം ജോണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന മറ്റെല്ലാവരെയും തിരുവഴുത്തി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ MA ജെയിംസ്, ഇന്ന് ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോയി ഊരത്തച്ച, നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഏറെ ബഹുമാനമായ ഡോക്ടർ പോൾ മുന്നാടൻ, ശ്രീ ഡേവിഡ് ജെ പൈനാടത്ത്, അതുപോലെ തന്നെ ഏറ്റവും ആദരണീയനായ ഡോക്ടർ CK നായർ, വാർഡ് കൗൺസിലർ ശ്രീമതി ജസ്മി ജിജോ, ശ്രീമതി ജോളി ജോർജ്, അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രിയനായ ശ്രീ PV എലിയാസ്, ശ്രീ ജിജോ പോൾ, അതുപോലെ തന്നെ ട്രഷറർ ശ്രീ PJ വർഗീസ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന RP നഗർ റെസിഡന്റ് അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികൾ, ഏറെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. RP നഗർ റെസിഡന്റ് അസോസിയേഷൻ വളരെ നല്ല നിലയിൽ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഇവിടെ എലിയാസ് ചേട്ടൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. നമ്മൾ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന കറുകുറ്റി പഞ്ചായത്തും അങ്കമാലി നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നല്ല ജനവാസമുള്ള, നല്ല തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇതുപോലൊരു അസോസിയേഷൻ രൂപീകൃതമായി അതിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. നമുക്ക് ആയിക്കോളും. അങ്ങനെ ഓരോ സംഘടനകളും ഓരോ അവരവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൃത്യമായ ഇടവേളകളിലൊക്കെ സമ്മേളിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് വരാവുന്ന ഒരു വേദി എന്നുള്ളത് ഒരു റെസിഡന്റ് അസോസിയേഷന്റെ വേദി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, ഞാൻ ഏത് പരിപാടിയിൽ പോയാലും പൊതുവിൽ ശ്രദ്ധിക്കാറുണ്ട്. 50 വയസ്സിന് മേലെ പ്രായമുള്ള കുറെ ആളുകൾ, പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുറെ കുട്ടികൾ. ഈ 2 കാറ്റഗറിയാണ് നമ്മൾ ഏത് പരിപാടിയും ചെന്നാലും നമ്മൾ കൂടുതലായിട്ട് കാണുക. ഇതിനിടയ്ക്കുള്ള ആളുകളെ നമുക്ക് കണ്ടുകിട്ടുക അത്ര എളുപ്പമല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, അപൂർവമായിട്ട് ചില ആളുകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപൂർവമായിട്ട്, അത് സാധാരണ പല പരിപാടികളിൽ പോയാൽ അതും കാണാറില്ല. ഇത് നമ്മളാരെ ഒരു കുറ്റമൊന്നുമല്ല, ഞാനെല്ലാവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ കുറഞ്ഞു വരികയാണ്. എല്ലാവരും പല ജോലിയുടെ തിരക്കായിരിക്കാം, പഠനാവശ്യങ്ങൾക്കായിരിക്കാം, ഒക്കെ പല നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഇനി ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അടുത്ത ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷമോ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രായമായ ആളുകൾ മാത്രം കുറെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം സംജാതമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരാവശ്യം വന്നാൽ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് വെളിപ്പുറത്ത് നമ്മുടെ അയൽവക്കക്കാരൊക്കെ ഉണ്ടാവുകയുള്ളൂ. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമുള്ള മക്കളും ബന്ധുക്കളും ഒന്നും നമ്മൾ വിളിച്ചാൽ ഒരു അത്യാവശ്യം വന്നാൽ അവർ ഓടിയെത്തണമെങ്കിൽ നമ്മൾ. ഈ യോഗത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ RP നഗർ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ MA ജെയിംസ്, ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ അംഗമാരുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ, നമുക്കൊക്കെ
ഏറെ ബഹുമാനമുള്ള റവറൻഡ് ഫാദർ ജോയ് ഊരേസ് CMI, ശ്രീ ഡേവിഡ് ജെ പനാട്, ഡോക്ടർ CK നായർ, ശ്രീമതി ജസ്മി, ശ്രീമതി ജോളി, ശ്രീ KP നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളാണ്. മാതാപിതാക്കളും മക്കളും ചേർന്ന കുടുംബത്തിന്റെ കൂട്ടിപ്പിടുത്തം, അതാണ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉറപ്പ് എന്ന് പറയുന്നത്. പടിഞ്ഞാറിന് അന്യം എന്ന് പറയുന്ന, കിഴക്കിന് സ്വന്തമെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന, അഹന്തയോടെ പറയുന്ന കുടുംബത്തിന്റെ ഊഷ്മളത, അത് എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നോ അന്ന് തീർന്നു എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറെ നാളുകളായി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സ്ഫോടനാത്മകമായ വിധത്തിലുള്ള പരസ്പര വിശ്വാസക്കുറവും ബന്ധങ്ങളുടെ വികലതയും സ്നേഹക്കുറവും ഒക്കെ നമ്മൾ പ്രകടമായി കാണുന്നു. അതിന് പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പലതും ഉണ്ടാകാം. പല സാമൂഹ്യ വിപത്തുകളും അതിന് ഉപോത്ഭകമായി വന്നിട്ടുണ്ടാകാം. അതിന് മുഴച്ചു നിൽക്കുന്ന സംഭവങ്ങളുണ്ട്. സാങ്കേതിക വിദ്യ ഒരുപക്ഷെ നമ്മെ ഡോക്ടറെ അനുസ്മരിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുക. അതുമായിട്ട് തന്നെ ഈ അസോസിയേഷന്റെ ഈ വാർഷികത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നേരിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യഹൂദ മതത്തില് പെസഹ ആചരിക്കുന്ന അതവരുടെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പെസഹ തിരുനാൾ. എങ്ങനെയാണ് ഈ പെസഹ തിരുനാൾ ആഘോഷിക്കേണ്ടതെന്ന് ബൈബിളിലെ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആ പെസഹ തിരുനാളിന്റെ ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഒരുക്കണം, ഒരു കുഞ്ഞാടിനെ ചുട്ട് കഴിക്കാനായിട്ട് റെഡിയാക്കി വെക്കണം. സമയമാകുമ്പോ അരമുറുക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യിലൊരു വടി പിടിച്ച് അല്പം മുന്നോട്ടൊന്ന് ചാഞ്ഞ് ധൃതിയിൽ വേണം ആ പെസഹ ഭക്ഷിക്കുവാനായിട്ട്. അപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞ് ആ കുടുംബത്തിലെ ഏറ്റവും കാരണവരോട് ചോദിക്കാനായിട്ടൊരു ചോദ്യം അതോട് ചടങ്ങിപ്പെട്ടതാ. ചോദ്യം ഇതാണ്: എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അപ്പൊ ആ കുടുംബത്തിലെ കാരണവര് ആ കുഞ്ഞിനോട് എന്ന നിലയിൽ എല്ലാവരും കേൾക്കെ പറയും, നമ്മള് അനേകം നൂറ്റാണ്ടുകള് ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് ഒരു രാത്രി അവിടുന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ മോചിക്കപ്പെട്ട കഥ അത് മുഴുവനും ഈ വലിയ കാരണവര് ആ കൊച്ചിനോട് വിവരിക്കും. ഇങ്ങനെയാണ് അവർ ആ പാരമ്പര്യം, അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോചിതമായ ആ പാരമ്പര്യം തലമുറയ്ക്ക് പകർന്നു കൊടുത്തിരുന്ന വിശേഷപ്പെട്ട ഒരു തിരുനാളായിരുന്നു ഈ പെസഹ തിരുനാൾ. ഞാനിതിവിടെ പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഈ ഒരു അസോസിയേഷന്റെ വാർഷികം ആഘോഷിക്കുമ്പോ നമ്മുടെ നോട്ടീസില്, അതുപോലെ തന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഫ്ലെക്സിലെല്ലാം ഡോക്ടർ മാമ്പിളിയുടെ ഒരു ഫോട്ടോ ഇട്ട്. നമുക്കൊക്കെ ഈ പ്രായക്കാർക്കൊക്കെ ഒരു വർഷം അറിയാം ഡോക്ടർ മാമ്പിളി. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കൊച്ചുങ്ങള്, അവർക്ക് ആരായി ഡോക്ടർ മാമ്പിളി ഒന്നും അറിയില്ല. ഈ യഹൂദ മതത്തില് പെസഹ തിരുനാളില് ആ കുഞ്ഞു കൊച്ചു കാരണവരോട് ചോദിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങള് അവരുടെ ഉള്ളിൽ ചോദിക്കുന്നുണ്ടാവും, ആരായി മാമ്പിള്ളി, ആരായി ഡോക്ടർ പോൾ. പ്രിയപ്പെട്ടവരെ, അന്ന് കുടുംബത്തിന്റെ കാരണവര് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുത്തതുപോലെ ഒരു അനുഭവമാണ് എനിക്ക് സത്യത്തില് ഈ ഒരു അസോസിയേഷൻ ഇവിടെ ഈ വാർഷികം ആഘോഷിക്കുമ്പോ ഈ ഡോക്ടർ മാമ്പിള്ളിയുടെ ഒരു അനുസ്മരണം ഇവിടെ വെച്ചത് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇത് വരും തലമുറയിലേക്ക് ആ പാരമ്പര്യം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ അസോസിയേഷൻ കാണിക്കുന്ന വലിയ ഒരു സുഹൃതമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ശ്രീ ബൈജു നൽക്കയുടെ അക്ഷരത്തിൽ കൂടിയ പുതിയ പ്രസിഡന്റ് ശ്രീ ബൈജു നൽക്കയെയും വൈസ് പ്രസിഡന്റായി ശ്രീ MA ജെയിംസിനെയും സെക്രട്ടറി ശ്രീ PV ഏലിയാസിനെയും ജോയിന്റ് സെക്രട്ടറി ശ്രീ ജിജോ പോളിനെയും ട്രഷററായി PJ വർഗീസിനെയും തിരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങളായി ഡേവിസ് വർഗീസ്, ബിജു KA, ഇട്ടു KP, സജി തോമസ്, ഷിജി വിനിസൺ, ജോസ് കുടിയിരിക്കൽ, പോൾ ജോൺ, ജിസ്മി ബൈജു എന്നിവരെയും തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ആകെ എന്താ പറയരുതെന്ന് പറഞ്ഞാലെന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നി ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പറ്റി 2 വാക്ക് പറയാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ പറ്റി 2 വാക്ക് പറയാം. ഈ നമുക്കുണ്ടാകുന്ന ഈ ലോകത്തിൽ ഇന്ന് ഒരു 70%
മരണവും സംഭവിക്കുന്നത് ആഗോളതലത്തിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓർ ലൈഫ് സ്റ്റൈൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ടാണ്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ പകരാത്ത രോഗങ്ങൾ, അതായത് വ്യക്തികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വ്യക്തികളോട് അവസാനിക്കും. അത്രയും രോഗങ്ങൾ കൊണ്ടാണ് 70% ഓഫ് ദ മരണം സംഭവിക്കുന്നത്. ഇതിൽ മിക്കവാറും എല്ലാം തന്നെ ലൈഫ് സ്റ്റൈൽ കണക്റ്റഡാണ്. ഈ നോൺ കമ്മ്യൂണിക്കബിൾ വളരെ കുറച്ച് മാത്രം ജനറ്റിക് ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷേ അതായത് 2 തരം രോഗങ്ങളുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ പകർച്ച രോഗങ്ങൾ, പകർച്ചാവ്യാധികൾ. ഇപ്പം മലമ്പനി, കൊതുകുകൾ കടിച്ചിട്ടാണ് മലമ്പനി ഉണ്ടാകുന്നത് അല്ലേ, മന്ത് അങ്ങനെ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജോണ്ടീസ്, ഇതുപോലെ എല്ലാം ബാക്ടീരിയകളുണ്ടാകും.